അർച്ചന ഹക്കീം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ 2 വിശേഷങ്ങളുമായിട്ടാണ്. നോമ്പുതുറ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഈ കൊടും ചൂടിനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി ജ്യൂസുകളും വെള്ളങ്ങളുമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ നോമ്പുതുറ ഒരുക്കങ്ങൾ കണ്ടോളൂ. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ചെറുനാരങ്ങ കൊണ്ട് അടിപൊളി നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കി എടുത്താലോ നോമ്പ് തുറക്കാനായിട്ട്. അങ്ങനെതാ പാകത്തിന് ജഗ്ഗിൽ വെള്ളം റെഡിയാക്കി എടുത്തോട്ടോ. എന്നിട്ട് അതിലേക്ക് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കി. പിന്നെതാ പഞ്ചസാരയും കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശയും അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങായിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി അടിപൊളി ഡ്രിങ്ക് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി നറുനീടി സർവത്താണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ കൊടും ചൂടിനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി നറുനീടി സർവത്താണ് ഇനി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അടിപൊളി നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ ജ്യൂസുകളും വെള്ളങ്ങളുമാണ് കേട്ടോ. മാസിലെ നോമ്പുതുറയ്ക്ക് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി നറുനീടി സർവത്താണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പാകത്തിന് ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ. പിന്നെ ഇതാ അതിലേക്കിതാ ചെറുനാരങ്ങ നീരിതാ പിഴിഞ്ഞങ്ങായിട്ട് അതിലേക്കിതാ നറുനീടി സർവത്ത് ഇതാ പാകത്തിന് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് പാകത്തിന് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കശകശ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പഞ്ചസാര പാകത്തിന് ചേർത്ത് കൊടുത്തുങ്ങായിട്ട് കുറേ ഐസ് ക്യൂബ്സ് ഞാൻ ചേർത്ത് കേട്ടോ. നല്ല തണവ് വേണ്ടേ, അതിനാവശ്യമായ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തുങ്ങായിട്ട് അടിപൊളി നറുനീടി സർവത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതാ ഞങ്ങളുടെ നോമ്പുതുറയ്ക്ക് ഞങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി നറുനീടി സർവത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അടുത്തതായി തണ്ണിമത്തൻ ജ്യൂസാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. തണ്ണിമത്തൻ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തോ. പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടോ. പാകത്തിന് വെള്ളവും ഒഴിച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിപൊളി ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് മിക്സിയിൽ അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് റെഡിയാക്കി. അപ്പോൾ അടുത്തതായി ഇനി കക്കിരിക്ക കൊണ്ടൊരു ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞങ്ങളുടെ തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഈ കൊടും ചൂടിനെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ റംസാൻ സ്പെഷ്യൽ കക്കിരിക്ക ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുത്താലോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. കക്കരിക്ക ജ്യൂസ് റെഡിയാക്കി എടുക്കുക. നല്ല പാകമായ കക്കരിക്കയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായി തൊലി കളഞ്ഞ ശേഷം നന്നായി ഉടച്ച് സെറ്റാക്കി കേട്ടോ. ഇങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്താൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് പാകത്തിന് പഞ്ചസാരയും ഐസ് ക്യൂബൊക്കെ ഇട്ട് അടിപൊളി കക്കരിക്ക ജ്യൂസാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൊടും ചൂടിന് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ആവശ്യമായ അടിപൊളി കക്കരിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഐസ് ക്യൂബൊക്കെ ഇട്ട് അങ്ങനെ റംസാൻ സ്പെഷ്യൽ കക്കരിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി നോമ്പുതുറ ഒരുക്കങ്ങൾ കാണാം കേട്ടോ.
വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. Thank you.